ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ലൈവ് വന്നപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയി മച്ചാമാരെ. അപ്പോൾ ഇന്ന് കുറേ പാക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക, നിങ്ങൾക്കറിയാം ഓൾറെഡി ബെയിലൊക്കെ കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെവൻകോ വന്ന്, പിന്നെ നമ്മുടെ ആൻറ്റിക്കോൾ എന്ന് പറയുന്ന വേറൊരു പ്ലെയറും കൂടെ വന്നു. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര ഫ്രീ ട്രൈ എല്ലാവരും കുറച്ച് പേരൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ഫ്രീ ട്രൈയും കാര്യങ്ങളൊന്നും തന്നില്ല മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി, പിന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത ബുധനാഴ്ചയാണ് നമ്മുടെ 2026 അങ്ങനെ അപ്ഡേറ്റ് മച്ചാമാരെ. അപ്പോൾ ലാസ്റ്റ് 2025 അപ്ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പാക്ക് ആയാലും കോയിനും കാര്യങ്ങളും. നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന കുറച്ച് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് മച്ചാമാരെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബെയിലിൻ്റെ ഇംപ്രഷനും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ചാനലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വർഷം 2025 നിങ്ങൾക്ക് എത്ര എപ്പിക്ക് കിട്ടിയും ജസ്റ്റ് കമന്റ് ചെയ്യാൻ പറ്റാം. അന്നേരം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് നോക്കേണ്ട വരും, കുറച്ച് എപ്പിക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതൊരു എപ്പിക്കാണ് കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാണോ കിട്ടിയ, അല്ലെ റൊണാൾഡോയൊക്കെയാണ് കിട്ടിയത്, ജസ്റ്റ് കമന്റ് ചെയ്യുക. എത്ര കോയിൻ കൊണ്ടാണ് വെച്ചാൽ നിങ്ങൾ എടുത്തതെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഇപ്പം എത്ര കോയിൻ എന്ന് കമന്റ് ചെയ്യുക. പിന്നെ വെച്ചാൽ ഓൾറെഡി ഡെയിലി ഗെയിം എല്ലാം കിട്ടിയോന്ന് കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഏകദേശം കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഡെയിലി ഗെയിം. അടുത്ത ബുധനാഴ്ചയ്ക്ക് ആകുമ്പോഴത്തേനും ഉച്ചയാകുമ്പോഴത്തേനും അത് അവർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്, ഡെയിലി ഗെയിം എല്ലാം റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ മച്ചാമൻ ഓൾറെഡി ഇപ്പോൾ വന്നതിന് ഏറ്റവും നല്ലൊരു പോർട്ട്വേ പാക്ക് ഫുള്ളാണ് ഈ ഒരു പ്രാവശ്യം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. യമാലൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മുടെ ഹാളൻഡുണ്ട്. കുറച്ച് നേരം നമ്മൾ ലൈവിൽ വന്നപ്പോൾ, ഉച്ചയ്ക്ക് ലൈവിൽ വന്നപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ബ്രോയുടെ ടാർഗറ്റ് ആരാ, ഹാളൻഡൊക്കെയാണോ? നല്ല ഹാളൻഡ് ആട്ടോ അത്. പിന്നെ മച്ചാമൻ ഓൾറെഡി നിങ്ങൾ ആരും ശ്രദ്ധിക്കാണ്ട് പോകുന്നൊരു കാര്യമുണ്ട് മച്ചാമാരെ. ഓൾറെഡി നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 6000 പോയിന്റ് ഈ ഒരു മാച്ച് മാച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 പോയിന്റ് കിട്ടുമായിരുന്നു. അപ്പോൾ അതേപോലെ മച്ചാമാരെ ഒരു ബൂസ്റ്റർ ടോക്കൺ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും മച്ചാമാരെ ടൈമൊക്കെ കിട്ടുന്ന നേരത്തെ ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട്, കാരണം നമുക്ക് വരും വർഷങ്ങളിൽ നല്ല നല്ല പ്ലേയേഴ്സ് കിട്ടുന്ന സമയത്ത് ഈ റാൻഡം ബൂസ്റ്ററൊക്കെ നമുക്ക് അത്യാവശ്യമായി വരും. അപ്പോൾ അന്നേരം എന്താ കൊനാമി ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കിട്ടുന്ന ടൈമിലൊക്കെ മാക്സിമം നിങ്ങൾ എന്തായാലും ചെയ്തിടുക മച്ചാമാരെ. മാച്ചാണ് വരും, നിങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് എന്തായാലും കളി തീർക്കാൻ പറ്റും മുഴുവൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുക. ഞാൻ എന്തായാലും ചിലപ്പോൾ കളിച്ചിടും. അതേപോലെ തന്നെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ്റെ സെക്കൻഡ് വീക്കാണ് മച്ചാമാരെ. നിങ്ങൾ ഡെയിലി എന്താ പറയുക, ഇപ്പം നിങ്ങൾക്കറിയാം കുറേ പേരൊക്കെ ഡെയിലി കയറിയിട്ട് പോലില്ല. അപ്പോൾ മച്ചാമാരെ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് പോവുക. കാരണം നമ്മളെന്താ പറയുക, ഈ ഒരു 200 കോയിനും കൂടി ഈ ഒരു ആഴ്ചയാണ് കിട്ടാൻ പോകുന്നത്, ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ മാക്സിമം എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. കാരണം PvP മാച്ചിലായാലും നാഷണൽ ടീമിലായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു 50 കോയിൻ ഉണ്ട്, അതൊക്കെ മാക്സിമം കളിക്കുക. കാരണം നമ്മൾ പുതിയതായിട്ട് വരുന്ന പയ്യന്മാർക്ക് ഇതിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും കളിക്കുക. പിന്നെ പോഡ്വേയിലായാലും എന്താ പറയുക എല്ലാവരും ഫ്രീ ട്രൈ എടുക്കാൻ വെച്ചാൽ, കാരണം കുറേ പേർക്ക് ഫ്രീ ട്രൈ അതിലുണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം പുതിയതായി വരുന്നവരൊക്കെ ബ്രോ എങ്ങനെയാണ് ഫ്രീ ട്രൈ എടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ പിന്നെ ഇതൊരു വീഡിയോയിലാക്കി പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും മാച്ച് കളിച്ചിട്ട് ഫ്രീ ട്രൈ എടുക്കുക. എന്തായാലും ഫ്രീ ട്രൈയിൽ കറക്കിയാൽ മതി, വെറുതെ 100 കോയിൻ എന്തായാലും മച്ചമ്മേനെ കളയണ്ട. പിന്നെ അതുപോലെ കൈസ് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചാൽ ബ്രോ ഏത് റീജിയനാണ് ബെസ്റ്റ്. അപ്പോൾ മച്ചമ്മേനെ ഞാൻ 3 റീജിയനാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ബ്രസീൽ, ടർക്കി, ജപ്പാൻ. അപ്പോൾ മച്ചാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേ പേരുടെയൊക്കെ ഒരു 100 ഒരാളുടെയൊക്കെ അക്കൗണ്ടാണ് ഈ ഒരു റീജിയൻ മാറ്റിയിട്ടൊക്കെ ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാവരും അങ്ങനെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി ലോഗിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായി മാത്രമേ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചെയ്യുക. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഈ ബ്രസീലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ട്രൈ കിട്ടും മച്ചാൻ. 2 ഫ്രീ ട്രൈ, അതും എനിക്ക് തോന്നുന്നു 10-15 സെക്കൻഡ് കണ്ടാൽ മതി. പിന്നെ എല്ലാ ആഴ്ച ഒരു 50 കോയിൻ കിട്ടും. പിന്നെ ടർക്കിയിലായാലും 25 കോയിൻ വെച്ചിട്ട്, ടർക്കിയിലല്ല ജപ്പാനിലാണെങ്കിൽ നിങ്ങൾക്ക് 50 കോയിനും 10 കോയിനും 25 കോയിനും ഓൾറെഡി എക്സ്ട്രാ കിട്ടും ഓരോ വീക്ക് അനുസരിച്ച്. അതെന്താ വെച്ചാൽ ഓൾറെഡി പോയിന്റ് അടിസ്ഥാനത്തിൽ അവരെന്തോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ ഉണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി വന്നിരിക്കുന്ന ഇന്നത്തെ ഒരു കാർഡ് നമുക്ക് അറിയാം, ഒടേ കാർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് വന്നൊരു കാർഡാണ് ഇതുപോലത്തെ. അപ്പോൾ മച്ചാമാരെ ഏകദേശം ഒരു 100 പോകുന്ന റേറ്റഡ് ആയിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ആരും കൈസ് കാർഡ് അത്ര മോശം കാർഡൊന്നുമല്ല. അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രോ പ്ലെയർ ആയിക്കോട്ടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു, എനിക്ക് തോന്നുന്നു 100-100 കയറുന്ന ഒരു നല്ല കാർഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇറക്കാവുന്ന ഒരു കാർഡാണ്. കാരണം അത്യാവശ്യം നിങ്ങൾക്കറിയാലോ, കാരണം നമുക്ക് ചില എപ്പിക് കാർഡുകളെക്കാട്ടൊക്കെ നല്ല കാർഡുകൾ പോർട്ട്വേ ഓൾറെഡി നല്ല പെർഫോമൻസ് തരുന്ന കാർഡുകളുണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ ഗോളി തന്നെ മാനുവലാണ്, എനിക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു കാർഡാണ്. പിന്നെ പ്രോഗ്രഷനും ഉണ്ട് കേട്ടോ മച്ചാൻ. ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രഷനാണ്. പ്രോഗ്രഷൻ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അനുസരിച്ചൊരു നല്ലൊരു വർത്തിങ് കിട്ടും. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മച്ചാൻ നമുക്ക് ഡെയിലി രാത്രിയാണ് മച്ചാൻ നമ്മൾ ലൈവ് വരുന്ന, പനിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് കുറച്ച് 2-3 ദിവസങ്ങളിലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയത്. അപ്പോൾ മച്ചാൻ ഓൾറെഡി നമ്മൾ ഉഷാറോടെ ലൈവിലായിട്ടും അടുത്ത വീഡിയോയിലായിട്ടും പിന്നെ അടുത്ത ആഴ്ചകൾ നമുക്ക് പൊളിക്കണം. കാരണം 2026 ഒരു വലിയൊരു ഇതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ലൈവിലായിട്ടും വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.